പ്രമുഖ നയതന്ത്രജ്ഞൻ വേണു രാജാമണിയുമായുള്ള പ്രത്യേക അഭിമുഖത്തോടെയാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. കേരള സർക്കാരിന് കീഴിൽ ചീഫ് സെക്രട്ടറി റാങ്കോടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പദവിയിൽ 2 വർഷം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. അതിനു മുമ്പ് ദുബായിൽ ഇന്ത്യയുടെ കോൺസൽ ജനറലായും നെതർലാൻഡിൽ ഇന്ത്യയുടെ അംബാസിഡറായും രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ പ്രസ് സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയ വിശ്വാസമുണ്ടെന്ന് തുറന്നു പറഞ്ഞ ഈ അഭിമുഖത്തിലേക്ക്. നമസ്കാരം, സ്വാഗതം. മെഡിസിസ് വേയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും കലാലയ മനസ്സെന്ന് പറയുന്ന കലാലയമാണ് മഹാരാജാസ് കോളേജ്. ആ മഹാരാജാസ് കോളേജിലെ KSUവിൻ്റെ കർമ്മഭടൻ മുൻ ചെയർമാനൊക്കെ ആയിരുന്ന താങ്കൾ, മികച്ച മാധ്യമപ്രവർത്തകനായ താങ്കൾ വളരെ സജീവമായിട്ട് നയതന്ത്ര മേഖലയിലും അതിനുശേഷം രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ അനുഭവത്തപ്പുറം അങ്ങ് കേരള സർക്കാരിൻ്റെ ഇന്ന് ഭരിക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായി ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു കോൺഗ്രസ് അനുഭവമുള്ള ചെറുപ്പകാലം മുതൽ KSU അനുഭവമുള്ള ഒരു വ്യക്തി ആ പദവിയിലെത്തി എന്നതും പിന്നീട് പല ചർച്ചകളൊക്കെ വന്നിരുന്നു. അങ്ങയോട് ചോദിക്കാൻ എന്താണ് യാഥാർത്ഥ്യം? ഞാൻ 2020 ഡിസംബറിലാണ് നെതർലൻഡ്സിൽ നിന്നും ഇന്ത്യൻ അംബാസിഡറായി സേവനം അവസാനിപ്പിച്ച ശേഷം വിരമിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. 2021 ജൂലൈ ഓഗസ്റ്റ് സമയത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് സന്ദർശിക്കുകയും അന്ന് ചീഫ് സെക്രട്ടറിയായി ചാർജ് എടുത്തിരുന്ന എൻ്റെ സുഹൃത്തായ ഡോക്ടർ VP ജോയിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ജോയ് ആണ് ആദ്യം ഒരു പ്രസ്താവന വെച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, പല എംബസികളും അദ്ദേഹത്തിന് കത്തയക്കുന്നു, പല എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശയിൽ വരുന്നു, അതിനൊന്നും കൊടുക്കാൻ ആവശ്യമുള്ള സമയം ചിലപ്പോൾ പുള്ളിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനെല്ലാം സഹായിക്കാനായിട്ട് എന്നെപ്പോലെ ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് കേരള ഗവൺമെൻറ്റിന് വലിയ ഉപകാരമായിരിക്കും എന്ന് ഡോക്ടർ ജോയ് എന്നോട് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ഓർത്ത് ഇരിക്കണം. ആ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കോൺട്രവേഴ്സി വന്നതോടുകൂടി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പോലും കേരള ഗവൺമെൻറ് കാര്യങ്ങൾ വളരെ മോശമായി കൈകാര്യം ചെയ്തു, പല പ്രോട്ടോക്കോളും ലംഘിച്ചു എന്നെല്ലാം അഭിപ്രായപ്പെടുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനൗദ്യോഗികമായിട്ടും പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നമ്മൾ ജീവിതകാലം മുഴുവൻ വിദേശ രാജ്യങ്ങളിലിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവിടെയെല്ലാം കേരളത്തിന് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ മലയാളികൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ തീർച്ചയായും എന്നാലാകുന്നത് കേരളത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് കേരളത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കേരള ഗവൺമെൻറ് എന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് ഡോക്ടർ ജോയിനെ അറിയിച്ചു. അതിനുശേഷം ഡോക്ടർ ജോയ് ഒരു പ്രപ്പോസൽ ചീഫ് മിനിസ്റ്ററിനോട് വയ്ക്കുകയും ചീഫ് മിനിസ്റ്റർ അത് സമ്മതിച്ച് അതിനെ തുടർന്ന് കേരള ക്യാബിനറ്റ് അപ്രൂവ് ചെയ്താണ് ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന് ചീഫ് സെക്രട്ടറി റാങ്കിൽ. ഞാൻ റിട്ടയർ ചെയ്തത് ഡൽഹിയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ സെക്രട്ടറിയുടെ റാങ്കിലായിരുന്നു. അതിന് തുല്യമായ പൊസിഷനിലാണ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു ബ്യൂറോക്രാറ്റിക് അപ്പോയിൻമെൻ്റ് ആയിരുന്നു, അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല. അതിനുശേഷം ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ ഡീലിങ്സിലും ചീഫ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു പൊളിറ്റിക്കൽ ചൊവ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കേരളത്തിന് വേണ്ടി മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ആ സമയത്ത് ഞാൻ ശ്രീ AK ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവരെല്ലാവരോടും ഞാൻ സംസാരിച്ചിരുന്നു. ഞാനിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞാൻ ഏറ്റെടുത്താൽ എന്തെങ്കിലും തെറ്റ് അവർ കാണുന്നുണ്ടോ എന്നുള്ളത്. അവരെല്ലാവരും പറഞ്ഞത് ഇല്ല, നല്ല കാര്യമാണ്, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് എന്ന് എന്നോട് പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ ആ പോസ്റ്റ് ഏറ്റെടുത്തത്. പൂർണ്ണമായും സംതൃപ്തനായിരുന്നോ? ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഒരു ഗവൺമെൻറ് തീരുമാനമാണ് അങ്ങനെ നിയമിച്ചത്, പക്ഷേ ചീഫ് സെക്രട്ടറി മാറിയപ്പോൾ പദവി മാറുന്നു. അപ്പോൾ സംതൃപ്തിയോടെയാണ് ഇവിടെ വാങ്ങിയത്. അതേക്കുറിച്ച് തുറന്നു പറയാമോ? തീർച്ചയായും. എന്താണ് ഞാൻ
സംതൃപ്തിയോടുകൂടി ആണ് വിടവാങ്ങിയത് എന്ന് പറയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത ശേഷം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതും കേന്ദ്ര ഗവൺമെൻറ്റിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് മറ്റ് മിനിസ്ട്രീസിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. പിന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ പല കാര്യങ്ങളും വളരെ ഒരു താറുമാറായി നടക്കുന്നു. വേണ്ടത്ര ഓർഗനൈസേഷൻ ഇല്ല, ഫോളോ അപ്പ് ഇല്ല. പബ്ലിക് അനൗൺസ്മെൻറ്റ്സ് ഒരുപാട് വരും, എന്നാൽ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. ചീഫ് മിനിസ്റ്ററിൻ്റെ തന്നെ പല ഫോറിൻ ട്രിപ്സും ഞാൻ ഈ പോസ്റ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു കടലാസ് പോലും സെക്രട്ടേറിയറ്റിൽ കാണാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്റർ പോകുന്നു, വരുന്നു, വലിയൊരു സംഘം ഓഫീസേഴ്സ് കൂടെ പോകുന്നു, എന്നാൽ അതിന് വേണ്ട പ്രിപ്പറേഷൻസോ ആ സമയത്തോ എന്തെല്ലാം ചർച്ചകൾ നടന്നു എന്നതിൻ്റെ റെക്കോർഡ്സോ അതിന് വേണ്ട ഫോളോ അപ്പോ ഒന്നും നടന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ആ 2 വർഷം എനിക്ക് എളുപ്പമല്ലായിരുന്നു, ബുദ്ധിമുട്ടുള്ളൊരു പീരീഡായിരുന്നു. എന്നാൽ എന്നാലാവുന്ന പരമാവധി ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോയ് മാറി, പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം എന്നോട് വീണ്ടും 1 വർഷം കൂടി എക്സ്റ്റൻഷൻ ഉണ്ടാകും എന്ന സൂചനയാണ് മുഖ്യമന്ത്രി തന്നെ എനിക്ക് തന്നിരുന്നത്. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ആദ്യം കേരള ഗവൺമെൻറ് 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ തന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല. ഞാൻ ചീഫ് സെക്രട്ടറി വിളിച്ചു ചോദിച്ചു, എനിക്ക് എന്തിനാ 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ? അപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു എനിക്കും അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ചീഫ് മിനിസ്റ്റർ വിളിച്ചു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു അയ്യോ ഞാൻ അന്വേഷിക്കട്ടെ, എനിക്കും അറിയില്ല. അപ്പോൾ ഇത് ആർക്കും അറിയാതെ ഒരു 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ വന്നു, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അവരത് ശ്രദ്ധിച്ചിട്ടില്ല. ആൻഡ് അതിനുശേഷം ചീഫ് മിനിസ്റ്റർ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി എക്സ്റ്റൻഷൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ഔദ്യോഗിക വൃന്ദങ്ങൾ ഇതിനെതിരാണ്, അവരെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പറഞ്ഞു താങ്ക് യു വെരി മച്ച്, നമ്മളാലാകുന്ന നിങ്ങൾ 2 വർഷം എനിക്കൊരു അവസരം തന്നതിന് എനിക്ക് നന്ദിയുണ്ട്. എന്നാലാവുന്നത് ഞാൻ കേരളത്തിന് വേണ്ടിയും കേരള ഗവൺമെൻറ്റിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല, വേറെ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, എനിക്ക് ആവശ്യത്തിലധികം ജോലി അല്ലാതെയും ഉണ്ട്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ സിസ്റ്റമാറ്റിക് ആകേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ശുദ്ധീകരണം നടത്തേണ്ടതില്ല, ഇതിങ്ങനെ തന്നെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഒരുപക്ഷെ ഇറങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ നിർത്തേണ്ടി വന്നത്? അതിനുവേണ്ടി വഴങ്ങി എന്നുള്ളതാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന് വേണ്ടി വഴങ്ങി എന്നുള്ളതാണ് സങ്കടം. ഇത് കാര്യങ്ങൾ എന്താണ് മോശമായി നടക്കുമ്പോൾ അവിടെ പുറമേ നിന്നൊരു ഇടപെടൽ നടത്തുകയും അതിനെ എഫിഷ്യൻ്റ് ആക്കാൻ ശ്രമിക്കുകയും ഇതുപോലത്തെ കേരളത്തിന് ഗുണപരമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവണം, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എഫക്റ്റഡ് ആകുന്നു. അപ്പോൾ അവർക്കെല്ലാം വളരെ പെട്ടെന്ന് കീഴടങ്ങി കേരളത്തിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റ് എന്താണെന്ന് കാണാതെ പ്രവർത്തിച്ചു എന്നുള്ളതിൽ ഒരു സങ്കടമുണ്ട്. അത് എന്താണ് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ചുരുക്കി ചോദിക്കുകയാണെങ്കിൽ വേണ്ടമായിരുന്നു തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു തീരുമാനം? 2 വർഷക്കാലം ചെയ്തെങ്കിലും പിന്നീട് ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല, ശേഷം മുഖ്യമന്ത്രി വീണ്ടും വിദേശ യാത്ര നടത്തുന്നു, ചർച്ചകൾ വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയില്ല. എന്തുകൊണ്ടെന്നാൽ ആ 2 വർഷത്തിനുള്ളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് പലതും ഞാൻ വിട്ട ശേഷം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജനങ്ങൾക്ക് പ്രതിസന്ധിയിൽ ഏർപ്പെട്ട പല ജനങ്ങളെയും സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 ഉദാഹരണം പറയാം. ഒന്ന് യുക്രൈൻ സംഭവം. യുക്രൈനിൽ യുദ്ധമുണ്ടായിരുന്നപ്പോൾ ആ വിദ്യാർത്ഥികൾ ബോംബിങ്ങിൻ്റെയും ഷെല്ലിൻ്റെ ഇടയിൽ അകപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചു. വലിയൊരു പങ്കെന്ന് പറയുന്നത് ഒരു വശത്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യും, മറുവശത്ത് കേരള ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും, മൂന്നാമതൊരു തലത്തിൽ മീഡിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുട്ടികളുടെ അച്ഛനമ്മമാർക്കും അവരുടെ ബന്ധുക്കൾക്കും എല്ലാം വേണ്ട വിവരം എത്തിക്കുക. ഈ കുട്ടികൾക്ക് പലപ്പോഴും പല TV ചാനൽസ് അവർ ബോംബ് ഷെൽട്ടർ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെയാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ കുട്ടികൾ ഭയപ്പെട്ട് കരയുന്നു, അവരോട് മറുപടി പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരൊക്കെ ആശ്വസിപ്പിച്ച് ഭാരത സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ സാവകാശം വെയിറ്റ് ചെയ്യണം, നിങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു അഷുറൻസ് കൊടുക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ എൻ്റെ ആ ഒരു പീരീഡിലെ ഏറ്റവും വലിയൊരു നേട്ടം അതാണ്. പിന്നെ മറ്റ് പല കാര്യങ്ങളിപ്പോൾ UAE ഗൾഫ് മേഖല എടുത്താൽ തന്നെ ആദ്യമായി എൻ്റെ അടുത്ത് വന്നൊരു പ്രശ്നം
ഈ പലപ്പോഴും ഇവിടെ നിന്നും ആൾക്കാർ മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്ന് അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ നാട്ടിൽ പോകുമ്പോൾ അവരുടെ പാസ്പോർട്ട് പുതുക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അത് പ്രത്യേകിച്ച് ആ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ ധരിപ്പിക്കുകയും അവർ പെർസ്യൂഡ് ചെയ്യുകയും ചെയ്ത് റൂൾസ് മാറ്റുവാൻ സാധിച്ചു. അത് കാരണം ലോങ് ടേം ആയിട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും ഗുണകരമായ തീരുമാനങ്ങൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും എടുക്കാൻ സാധിച്ചു. ഒരുപാട് എനിക്ക് പറയുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അംബാസഡറായിരുന്ന നെതർലൻഡ്സിൽ ഉള്ളപ്പോൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർക്കുവാൻ സാധിച്ചു. ഒരു ഉദാഹരണത്തിന് നെതർലൻഡ്സ് ലോകത്തിലെ സെക്കൻഡ് ബിഗസ്റ്റ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ടറാണ്. അപ്പോൾ നെതർലൻഡ്സിൻ്റെ അതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ഗ്രീൻ ഹൗസ് ടെക്നോളജീസാണ്. അപ്പോൾ നെതർലൻഡ്സിൻ്റെ ആ ഒരു ഏറ്റവും ആധുനിക അഗ്രികൾച്ചറൽ ടെക്നിക്സ് കേരളത്തിലെ ഫാമേഴ്സിന് പഠിപ്പിക്കുവാൻ വേണ്ടി വയനാട്ടിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, ഇന്ത്യ നെതർലൻഡ്സ് സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങുവാൻ സാധിച്ചു. അത് 3 കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും നെതർലൻഡ്സ് സർക്കാരും കൂടി ചേർന്ന് നടപ്പിലാക്കിയ ഒന്നാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ 17-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും ആധികാരികമായ ഇൻഫർമേഷൻ, ഇന്നേ വരും ആരും കണ്ടുപിടിക്കാത്ത ഇൻഫർമേഷൻ ഡച്ച് രേഖകളിലുണ്ട്. ഈ ഡച്ച് രേഖകൾ എറണാകുളം ആർക്കൈവ്സിലും ചെന്നൈ ആർക്കൈവ്സിലും എല്ലാം കിടപ്പുണ്ട്. അത് എഴുതിയിരിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലെ ഡച്ച് ഭാഷയിലാണ്. അപ്പോൾ നെതർലൻഡ്സിലെ നാഷണൽ ആർക്കൈവ്സും കേരളത്തിലെ സ്റ്റേറ്റ് ആർക്കൈവ്സും നെതർലൻഡ്സിലെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ലൈഡൻ യൂണിവേഴ്സിറ്റിയും നമ്മുടെ കേരള കൗൺസിൽ ഓൺ ഹിസ്റ്റോറിക്കൽ റിസർച്ചും കൂടി ചേർന്ന് 7 വർഷത്തെ ഒരു റിസർച്ച് പ്രോജക്റ്റ് കോസ്മോസ് മലബാരിക്കസ് എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്ത് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ നെതർലൻഡ്സിൽ അയച്ച് ഡച്ച് ഭാഷ പഠിപ്പിച്ച് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുക. അതുപോലെ ഡച്ച് ചെറുപ്പക്കാരെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ച് ഈ ഒരു പർസ്യൂട്ടിൽ എൻഗേജ് ചെയ്യുക. അപ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് വരാനുള്ളതേ ഉള്ളൂ. പിന്നെ ഈ വാട്ടറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എവിടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും എന്താണ് റൂം ഫോർ ദ റിവർ അല്ല റിവർ ഇൻ ദ റൂം ആണ് എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാൻ അംബാസഡർ ആയിരുന്നപ്പോൾ തുടങ്ങിയ ചീഫ് മിനിസ്റ്റർ നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നതിൻ്റെ ഭാഗമായി ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും നെതർലൻഡ്സ് സർക്കാരും കൂടി വാട്ടർ ഒരു സ്ട്രാറ്റജിക് പ്രയോറിറ്റിയാണ്. വാട്ടറിൻ്റെ മേഖലയിൽ നെതർലൻഡ്സ് വേൾഡ് ലീഡറാണ്. അവരുമായിട്ട് പെർമനൻറ്റ് കോപ്പറേഷൻ ഉണ്ടാവണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ കോപ്പറേഷൻ ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് ആ കോപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പില്ലർ കേരളമാണ്. കേരളത്തിന് നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം തുടങ്ങിയ സഹായം നെതർലൻഡ്സ് ഇന്ന് വരെ തുടരുന്നു. അവരുടെ എക്സ്പേർട്സ് കേരളത്തിൽ വന്ന് നമ്മുടെ വാട്ടർ എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുകയും എങ്ങനെയാണ് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഈ ഫ്ലഡ്സിനെ മാനേജ് ചെയ്യാനും ഉള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള പാഠങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഇത് വൺസ് അഗെയിൻ ഇതിനെല്ലാം ഫോളോ അപ്പ് കേരള സർക്കാർ ചെയ്യണം. അവർക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, ട്രെയിൻ ചെയ്യാം, പഠിപ്പിക്കാം. പക്ഷെ നടപ്പിലാക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഒരു ഏറ്റവും വേൾഡ് ക്ലാസ് ടെക്നിക്കൽ സഹായം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്ക ആണ് വിദ്യാഭ്യാസ രംഗത്ത് ലോകത്ത് തന്നെ നമ്പർ 1 നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ അമേരിക്കൻ കൺസുലേറ്റ്, ചെന്നൈയിലെ കൺസുലേറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു അമേരിക്കൻ സ്പേസ് എന്ന് പറഞ്ഞ ഒരു ആശയം വെച്ചുകൊണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസായിട്ടും അവിടുത്തെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ പോകാനുള്ള സൗകര്യങ്ങളും അവരുടെ ഫാക്കൽറ്റിയും നമ്മുടെ ഫാക്കൽറ്റിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്യൂബയായിട്ട് CMൻ്റെ ക്യൂബ സന്ദർശനത്തിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയ്ക്ക് ക്യൂബയുമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ചെസ് ടൂർണമെൻറ്റ് കേരളത്തിലെ ചെറുപ്പക്കാരും ക്യൂബയിലെ ചെറുപ്പക്കാരും തമ്മിൽ നടത്തുവാൻ സാധിച്ചു. പിന്നെ നഴ്സസ്
വെയിൽസിലെ ഹെൽത്ത് മിനിസ്റ്റർ കേരളത്തിൽ വന്നിരുന്നു. അത് ചീഫ് മിനിസ്റ്റർ വെയിൽസിൽ പോയതിൻ്റെ തുടർച്ചയായിരുന്നു. അതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് നഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ജർമ്മനിയിലേക്ക് നഴ്സസിനെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫിൻലൻഡുമായിട്ട് ഇന്ന് ലോകത്ത് തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ 1 രാജ്യം ഫിൻലൻഡാണ്. അപ്പോൾ ഫിൻലൻഡുമായി സഹകരിച്ച് ഫിൻലൻഡിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കേരളം സന്ദർശിച്ചു. 2 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ ഒരു ചർച്ചയുടെ പ്രോസസ്സ് തുടങ്ങി. എങ്ങനെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, സ്കൂൾ വിദ്യാഭ്യാസ രംഗം ഏറ്റവും ആധുനിക ലെവലിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും, 21ാം നൂറ്റാണ്ടിന് പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ചർച്ചകളെല്ലാം തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരു വൈഡ് റേഞ്ചിങ് സെറ്റ് ഓഫ് ഏരിയാസിൽ നമുക്ക് ഈ സഹകരണം നടത്താൻ സാധിച്ചു. ഇത് ബാക്കിയുള്ളവരെല്ലാം ശ്രദ്ധിച്ച് എന്നോട് പലരും വന്ന് ഇത് മനോഹരമായ ഒരു എക്സാമ്പിളാണ് ഈ പാരാ ഡിപ്ലോമസി എന്ന് പറയും. അതായത് ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ നടത്തുന്ന റെഗുലർ ഡിപ്ലോമസി. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളവർ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതും സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെ ജനങ്ങളുടെ രംഗത്തുള്ള സഹകരണം, ഇതിന് പാരാ ഡിപ്ലോമസി എന്നാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ പാരാ ഡിപ്ലോമസിയിലെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു കേരളം ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അത് നീണ്ടുപോയില്ല, കൂടുതൽ നടത്തുവാൻ സാധിച്ചില്ല എന്നതിൽ സങ്കടമുണ്ടെങ്കിലും ആ കൺസെപ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ മിനിസ്റ്റർ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഈ കോൺട്രവേഴ്സി അന്ന് വന്നു, അതിൻ്റെ മറുപടി പറഞ്ഞു താങ്കൾ എഴുതിയ ലേഖനം ഒന്ന് ചുരുക്കി പറയുമ്പോൾ എന്താ അങ്ങനെ ഒരു 2 സ്റ്റാൻഡ് വരാൻ കാരണം എന്താ? ഒരു ഒരേ ഇതിനകത്ത് 2 സ്റ്റാൻഡ് വരുമ്പോൾ ആൾക്കുള്ള സംശയം വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു പ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ് കേരള ഗവൺമെൻറ് ഒരു ഫോറിൻ സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും കേരള ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഞാനുണ്ടായിരുന്നപ്പോൾ ഒരു പരിധിവരെ ഞാൻ പറഞ്ഞത് അവരെന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് ഞാൻ തുടങ്ങി വെച്ച ആ ജോലി, അത് സംബന്ധമായ ഫയൽസ് എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരു ഓഫീസർ വേണം എന്ന് പറഞ്ഞ് അവർ ഒരു ഓർഡർ ഇറക്കിയതാണ്. പക്ഷേ അത് അന്ന് BJP പ്രസിഡന്റ് ഇത് കേന്ദ്ര ഗവൺമെൻറ് പവേഴ്സിലുള്ള ഇടപെടലാണ് എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുകയും അതിനെ തുടർന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ കേരളം ചെയ്യുന്നത് ശരിയല്ല, കേരളം കേന്ദ്ര ഗവൺമെൻറ് പവേഴ്സിൽ ഇടപെടരുത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അപ്പോഴാണ് ഞാൻ പ്രതികരിച്ച് ഞാൻ അവരോട് പറഞ്ഞത്, ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം പ്രൈം മിനിസ്റ്റർ മോദിയാണ്. പ്രൈം മിനിസ്റ്റർ മോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഗുജറാത്തും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഒരു സ്റ്റേറ്റ്സ് ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്സ് ഡിവിഷൻ്റെ ചുമതല എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുവാനാണ്. എംബസികൾക്ക് സ്റ്റേറ്റ്സിന് വേണ്ടി പ്രോഗ്രാംസ് നടത്തുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പണം നൽകുന്നുണ്ട്. ഫോറിൻ സർവീസ് ഓഫീസേഴ്സിനോട് നിങ്ങളെല്ലാവരും ഒരു സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്ത് ആ സ്റ്റേറ്റിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കരിയർ മുഴുവൻ പ്രവർത്തിക്കണം എന്ന് പറയാറുണ്ട്. എല്ലാ അംബാസിഡേഴ്സും ഡൽഹിയിൽ അംബാസിഡേഴ്സ് കോൺഫറൻസ് വന്നു കഴിഞ്ഞാൽ അവരോടെല്ലാം നിങ്ങൾ ഏതെങ്കിലും സ്റ്റേറ്റ്സ് വിസിറ്റ് ചെയ്ത് സ്റ്റേറ്റ്സിനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ആരോ ഇത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് തികച്ചും അൺഫോർച്ചുനേറ്റാണ്. അങ്ങനെ പറയരുതായിരുന്നു. അത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായും സംസ്ഥാന തലത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അവർ കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തണം, എംബസികളുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ അവർ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിലേക്കുള്ള ഒരു കടത്തലാണ് എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് എന്ന് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മുൻ മിനിസ്റ്ററി ആയിരുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. നാളെ ആര് കേരളത്തിൽ ഭരണത്തിൽ വന്നാലും അവർക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം തുടരാൻ സാധിക്കണം. അത് കേരളത്തിൻ്റെ നന്മ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, മറ്റ് പല രാജ്യങ്ങൾ ഫെഡറൽ സിസ്റ്റമുള്ള ഓസ്ട്രേലിയ, കാനഡ, USA
അവരെല്ലാം അവരുടെ പ്രോവിൻസസിന് വിദേശത്ത് ഓഫീസ് തുടങ്ങാൻ പോലും അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ഓഫീസസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി. അപ്പോൾ തിരിച്ചു മാത്രം വേണ്ട, വൺ സൈഡ് മതി അല്ല, ഒരു ആലോചിക്കാതെ എടുത്തു ചാടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊന്ന്, ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ, ഇപ്പോൾ കേരളത്തിൻ്റെ പല ദുരിതഘട്ടങ്ങളിലും, എസ്പെഷ്യലി ഡിസാസ്റ്റർ ഘട്ടങ്ങളൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് വിദേശികൾ, പ്രവാസിമാർ. അങ്ങനെ കൂടുതൽ കണക്ഷനും വിദേശമായിട്ടാണ്. അപ്പോൾ പലപ്പോഴും പല ഫണ്ടുകൾ വരുമ്പോഴും അതിനകത്തൊരു ഒരു ഒരു സിസ്റ്റമാറ്റിക് അല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സുതാര്യതയില്ല എന്നൊരു പരാതി ഒരുപാട്. ഇപ്പോൾ റീബിൽഡ് കേരള ഞങ്ങൾ കണ്ടു, കോവിഡ് കാലത്ത് കൈനീട്ടി സഹായിച്ച പ്രവാസികൾക്ക് ഉണ്ടായി. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവർത്തനമായിട്ട് ഇത്തരത്തിലൊരു ദുരന്തങ്ങളിടയിൽ ഇത്തരത്തിലൊരു കൈയിട്ടുവാരൽ പരാതി? ഇപ്പോൾ സി എമ്മിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു പണം കൊടുക്കരുതെന്ന് ചില ആളുകൾ പരസ്യമായിട്ട് പറഞ്ഞു. ജോയ് മാത്യുവിനെ പോലെ നടന്മാരുൾപ്പെടെ രംഗത്ത് വന്നു, അതുപോലും വിവാദമായി മാറി. അപ്പോൾ ഈ പലപ്പോഴും ഫണ്ട് കൊടുക്കുക ഇഷ്യൂ വന്നു. എവിടെയാണ് ഇത് തിരുത്തപ്പെടേണ്ടത്? അങ്ങനെ എന്താണ് ഒരു അനുഭവത്തിൽ? ഒന്ന്, എന്നും കേരളത്തിനോടൊപ്പം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നിട്ടുള്ളവരാണ് പ്രവാസികൾ. അവരോട് കേരളത്തിന് എന്നും നന്ദി ഉണ്ടാകണം. അകമഴിഞ്ഞ് കേരളത്തിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് വീണ്ടും വീണ്ടും. പക്ഷേ എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും പരിപൂർണ്ണ സുതാര്യത ഉണ്ടാകണം എന്നുള്ളത് ആർക്കും തർക്കിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല, കൊടുക്കുന്ന പണം എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം, അത് കാരണം റിസൾട്ട്സ് ഉണ്ടാകണം എന്ന് നിർബന്ധമുള്ള ഒരുപാട് പ്രവാസികളുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്, ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു കൺസ്ട്രക്റ്റീവായി കണ്ടുകൊണ്ട് അത് റിജക്റ്റ് ചെയ്ത് ഇതിലൊന്നും ബേസിസ് ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എങ്ങനെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത്. പ്രവാസികൾ എന്നും കേരള ഗവൺമെൻറ്റിലൂടെ ഉണ്ടാവും എന്ന് എനിക്ക് വ്യക്തിപരമായ ഉറപ്പുണ്ട്. എന്നാൽ സുതാര്യത പ്രവാസികൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള ജനങ്ങളുടെയും ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗവൺമെൻറ് സിസ്റ്റം തന്നെ ഉടച്ച് വാർക്കേണ്ട അത്യാവശ്യമാണ്. വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെല്ലാമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ സമ്മതിക്കുന്നതാണ്, സീനിയർ ബ്യൂറോക്രാറ്റ്സും സമ്മതിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം, അത് പരിഹരിക്കുവാൻ സാധിക്കണം. അവസാനം ചോദിക്കുകയാണ്, നെക്സ്റ്റ് എന്താണ്? ശ്രീ വേണു രാജമണിയെ പോലുള്ള ഒരു വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങേ ഒരു കാരണം വളരെ ഓപ്പണായി ചോദിക്കുക, വട്ടിയൂർക്കാവിലൊക്കെ അങ്ങനെ പേര് പല രീതിയിൽ കഴിഞ്ഞ തവണ മാധ്യമങ്ങളൊക്കെ വന്ന് പേരിട്ടിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ കേട്ടിരുന്നു. എന്താണ് ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, അപ്പോൾ എന്താണ് നമുക്കൊരു മലയാളികൾക്കിടയിൽ ചർച്ച പലപ്പോഴും ഗൾഫ് ലോകത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഗൾഫായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളികൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ എന്നെ അറിയാവുന്ന എന്നോട് സ്നേഹമുള്ള അല്ലെങ്കിൽ യോഗ്യനായ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ചിന്തിക്കുന്ന പല പത്രപ്രവർത്തകരും ഇങ്ങനെ പല സ്റ്റോറീസും എഴുതാറുണ്ട്. എന്നാൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യം വന്ന് ആരെങ്കിലും സമീപിച്ചാലേ നമുക്കതിനൊരു ആക്ച്വലായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ, നമുക്കൊരു പ്രതികരണം നൽകുവാൻ സാധിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കണം, ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കണം, ഇന്ത്യ പുരോഗമിക്കണം, ഇന്ത്യ വികസിക്കണം, അതൊരു ഇൻക്ലൂസീവ് രാജ്യമായിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമായിരിക്കണം. നമ്മൾ ജനങ്ങളെ വിഘടിപ്പിക്കുകയല്ല, ഒന്നിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം എനിക്ക് ശക്തമായ അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മാർഗം മാത്രമാണ്. ഞാൻ എന്നും കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി ഉണ്ടാവും, നമ്മളാവുന്ന കാര്യങ്ങൾ എന്നും ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ആ യാത്രയ്ക്ക് എല്ലാവിധ ആശംസ നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ. താങ്ക്സ്.